സിനിമേൻ്റെ ഒരു തീമിനനുസരിച്ചിട്ടുള്ള പേരുകളാണ്. അതിന് എൻ്റെ മനസ്സിലുള്ള കുറേ ഇന്നർ മീനിങ്സ് ഉണ്ട്. ഈ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടിയാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. സിനിമയിൽ ലിവിങ്സ്റ്റൺ എന്താണെന്നും 7000 കണ്ടി എന്താണെന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു വിശ്വാസം, സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആദ്യം വരുന്നത് അതിൻ്റെ പേരാണ്. ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പേര് നമുക്കിടാം. അപ്പം ഒരു വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു പബ്ലിസിറ്റിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിയേർഡാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എല്ലാവരും ഇതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പം നോർത്ത് 24 കാതം, അതിൻ്റെ ആ പേരിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, ഫഹദ് ഫാസിലിൻ്റെ അതിലെ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഹരികൃഷ്ണൻ അവനൊരു ഒബ്സസീവായിട്ടുള്ള കുറേ കമ്പൽഷൻസ് ഉണ്ട്. അപ്പം അതിന്ന് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പോകാൻ, അപ്പോൾ എൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നോർത്തായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ആ ഒരു നോർത്തിലേക്ക് അവൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്താൻ 24 കാതം യാത്ര ചെയ്യണം. അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ള അർത്ഥം. രണ്ടാമത്തെ സപ്തമശ്രീ തസ്കര, അത് വേണമെങ്കിൽ എനിക്ക് മലയാളത്തിൽ 7 ഐശ്വര്യമുള്ള കള്ളന്മാർ എന്നിടായിരുന്നു, ഇംഗ്ലീഷിൽ 7 ജെന്റിൽമെൻ തീവ്സ്. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്കൊരു ഇതുണ്ടാവില്ലേ, എന്താണ് തസ്കര എന്ന് പറഞ്ഞാൽ കള്ളനാണ്, സപ്തമ എന്ന് പറഞ്ഞാൽ 7ആണ്, അപ്പോൾ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള. അപ്പോൾ അതാണ്, അല്ലാണ്ട് ഒരു ഇതിനു വേണ്ടി മാത്രം ഇടുന്ന പേരൊന്നുമല്ല. യൂഷ്വലി എൻ്റെ ആദ്യത്തെ 2 സിനിമയായാലും ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടുള്ള എന്ത് സ്ക്രിപ്റ്റോ എന്താ, ഞാൻ ഒരു ക്യാരക്ടറിനെയാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുക. ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പ്ലോട്ട്സ് ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്തിട്ടുള്ള സിനിമയൊക്കെ ക്യാരക്ടർ ഡ്രിവണാണ്. അപ്പോൾ ആദ്യം ഈ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അതിനെ ഇതാക്കില്ല. അപ്പോൾ ഇതിൽ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി, അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഈ റീനു മാത്യൂസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. പെട്ടെന്ന് ഒരു ക്യാരക്ടർ എനിക്ക് ഓർമ്മ വന്നു. ക്യാരക്ടറല്ല, പിന്നെ എനിക്ക് അറിയണ ഒരാൾ. അപ്പോൾ ആ ഒരു ലൈൻസിൽ അവൾക്ക് പിന്നെ അതായത് ഒരു ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കി, മധുമിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ മധുമിതയെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ് ലിവിങ്സ്റ്റൺ ബാക്കിയുള്ള. എനിക്ക് ആ ഒരു പ്ലോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് അതൊരു സന്ദേശമുണ്ട് ഇതിൽ. അതായത് പ്രകൃതിൻ്റെ കൂടെ നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യണം. നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ എന്താ പറയുക, നിങ്ങളൊക്കെ കപ്പട ഭാഷയിൽ പറയുകയാണെന്ന് പണി പാളും. അപ്പോൾ ഈ പണി പാളുണ്ടെങ്കിൽ ഇത് നമ്മൾ, അപ്പോൾ അതിന് വേണ്ടി ഒരു മൂവി ഫോർ ദ നേച്ചർ, ഫോർ ദ എൻവയൺമെൻറ്റ് എന്നൊക്കെയാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ബിഗാൻ വിത്ത് എ ക്യാരക്ടർ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ ഞാൻ ഡെവലപ്പ് ചെയ്തു. എന്തിനാ ഇവർക്ക് എല്ലാവരും ഈക്വലാണ്. അപ്പോൾ ഒരു പ്രാധാന്യമൊന്നും അങ്ങനെയല്ല, എല്ലാവർക്കും പ്രാധാന്യമാണ്. എനിക്ക് ഇത്രയും ഷോക്കേസ് ചെയ്യാനുള്ളൂ. അതായത് ആൺകുട്ടികൾ എന്ത് ചെയ്യണത് അത് പെൺകുട്ടികൾക്കും ചെയ്യാം. ഏത് കാടും മലയും മേടും കയറാം, ആർക്കെതിരെ വേണമെങ്കിൽ പോരാടാം, പൊരുതാം. അപ്പോൾ അതുകൊണ്ട് ആണ് അത് ഈ ആൺകുട്ടികളുടെ കൂടെ ഒരു ബോൾഡ് പെൺകുട്ടീനെ വെച്ചത്. ചീഫ് സിയാറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ ഒരു റെഡ് ഇന്ത്യൻ ചീഫ്, അന്നത്തെ പ്രസിഡൻറ്റിന് എഴുതിയുള്ള ഒരു എഴുത്തുണ്ട്. എൻ്റെ സിനിമയിൽ അത് കാണിക്കുന്നു. അപ്പോൾ അതായത് പിന്നെ എർത്ത് ഡോണ്ട് ബിലോങ് ടു അസ്, വി ബിലോങ് ടു ദ എർത്ത്. ഭൂമിയും ആകാശമൊന്നും നമ്മുടെ സ്വന്തമല്ല, അവരുടെ ഭൂമിയുടെ ആകാശത്തിൻ്റെ സ്വന്തം നമ്മളാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു മോട്ടോ. ഇതിന് ഞാൻ പറയണത് ഒരു 3 സിനിമേൻ്റെ എഫേർട്ടായിരുന്നു. കാരണം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ കുറുവാ ദ്വീപ് നിന്ന് തൊട്ടിട്ട് പിന്നെ വാഴച്ചാൽ, ആതിരപ്പള്ളി, ഇടുക്കിയിൽ അഞ്ചുരുളി, ചതുരംഗപ്പാറ, ശാന്തംപാറ, പിന്നെ തൃശ്ശൂർ അകമല,
ധനുഷ്കോടി, മഹാബലിപുരം. അപ്പോൾ അങ്ങനെ പല ലൊക്കേഷൻസും ഉണ്ടായിരുന്നു. അതും ഒരു സിമ്പിൾ ലൊക്കേഷൻസ് ആണ്, പോയി അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യലൊന്നല്ല. അപ്പോൾ ഈ ശാന്തംപാറയിലൊക്കെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 2.5-3 കിലോമീറ്റർ മല ജീപ്പിൽ കയറി പോകണം, അല്ലെങ്കിൽ നടന്ന് കയറി പോകണം, അട്ടടകടി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ തരണം ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതും വലിയൊരു കാസ്റ്റ്, ഇതിലെ ക്രൂ മെമ്പേഴ്സും ഒക്കെ നമുക്ക് കണ്ടമാനം എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിൽ 300 പേര് വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയൊരു സിനിമ തന്നെയാണ്.